നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. ഒടുവിൽ PV അൻവറിന് മൂക്കുകയറിട്ടിരിക്കുന്നു പാർട്ടി. അൻവറിനെതിരെ ആദ്യം പിണറായി വിജയൻ ചില അപായ സൂചനകൾ പിണറായി വിജയൻ്റെ മാധ്യമ സമ്മേളനത്തിൽ നൽകി. തൊട്ടു പിന്നാലെ അൻവറിനെ ഊർപ്പടക്കം കൊടുക്കുന്ന തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന സൂചനകൾ പുറത്തുവിട്ടു. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ അങ്ങ് ആഫ്രിക്ക മുതൽ കരിപ്പൂർ വരെ നീളുന്ന സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ചും ആ കള്ളക്കടത്ത് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായ പ്രതിപാദ്യം. ഈ കള്ളക്കടത്ത് സംഘങ്ങളുമായി അൻവറിന് ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന നിരവധി തെളിവുകൾ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. ഈ തെളിവുകൾ കേരള പോലീസ് ഏജൻസികൾ മാത്രമല്ല കേന്ദ്ര ഏജൻസികൾക്ക് പോലും കൈമാറി PV അൻവറിനെ അങ്ങ് കുടുക്കിയിടാം എന്ന സ്ഥിതിയിലെത്തി. മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ CBI മാത്രമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിദേശ നാണ്യ വിനിമയത്തിലടക്കം അൻവർ കുടുങ്ങും എന്ന ഘട്ടത്തിലാണിപ്പോൾ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആദ്യം അപായ സൂചന നൽകുന്നു, അൻവറിനെ കുടുക്കുമെന്ന് പറയുന്നു, അൻവറിനെതിരെയുള്ള ആരോപണങ്ങൾ പച്ചയ്ക്ക് നിരത്തുന്നു. തൊട്ടു പിന്നാലെ പാർട്ടി അൻവറിന് മൂക്കുകയറിടുന്നു. ഒടുവിൽ അൻവർ പൂർണ്ണമായി നിലംപതിച്ചു എന്ന നിലയിലാണിപ്പോൾ മാധ്യമ വാർത്തകൾ. ഇവിടെ ഇപ്പോൾ അൻവർ പതുങ്ങിയത് ഓടാനാണോ അതോ മറ്റേതെങ്കിലും തന്ത്രങ്ങൾ ഒരുക്കാനാണോ? അൻവർ എന്തായാലും പതുങ്ങിയെന്ന് വേണമല്ലോ നമ്മൾ കരുതാൻ. സോമൻ, ഞാൻ സാധാരണഗതിയിൽ സോമനുമായിട്ടുള്ള ചർച്ചയിൽ സോമൻ്റെ ഒരു പ്രതികരണം കഴിയുമ്പോൾ ഞാൻ സാധാരണ പറയുക സോമൻ പറഞ്ഞ 100% ശരി, എൻ്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് പോകാം എന്നാണ്. എന്നാൽ അതിന് വിരുദ്ധമായി ഈ ഇൻ്റർവ്യൂവിൽ സോമൻ്റെ വാദഗതികൾ ആദ്യാവസാനം പെശകി എന്ന് വാദിക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നടന്ന ചില ഡെവലപ്മെൻറ്റുകൾ. ഒന്നെന്ന് പറയുന്നത് പിണറായി വിജയൻ 1 മാസത്തിന് ശേഷം ആദ്യം ഒരു പത്രസമ്മേളനമായിട്ട് വന്നു അല്ലേ? നേരത്തെ എന്തോ ഹേമ കമ്മിറ്റിയുടെ ഒരു പത്രസമ്മേളനമായിരുന്നു 1 മാസത്തിന് ശേഷം. ആ പത്രസമ്മേളനം 11 മണിക്ക് വെക്കുമ്പോൾ അതിന് 2 മണിക്കൂർ മുമ്പ് PV അൻവർ ADGP അജിത് കുമാറിനെതിരെ രേഖകളുമായി പത്രസമ്മേളനം. പിണറായി വിജയൻ്റെ പത്രസമ്മേളനം പതിവിൽ നിന്ന് വിരുദ്ധമായി 1.5 മണിക്കൂർ നീളുന്ന പത്രസമ്മേളനം. ചീത്ത വിളിച്ചിറങ്ങിപ്പോകാതെ അത് മുഴുവൻ വളരെ ഈ പറഞ്ഞ പോലെ പിണറായി വിജയന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ആത്മവിശ്വാസം. അതെ പുഞ്ചിരി. അതെ. അതിനുശേഷം വൈകിട്ടായപ്പോൾ പിന്നെ അൻവറിന്റെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനം കഴിഞ്ഞ് തൊട്ട് പിറ്റേന്നാണെന്ന് തോന്നുന്നു പാർട്ടിയുടെ പ്രസ്താവന. പക്ഷെ അതിനു മുൻപ് ചില നാടകീയ സംഭവ വികാസങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അൻവറിനെതിരെയുള്ള നിരവധി വാർത്തകൾ ചോർന്നു കിട്ടുന്നു. അൻവറിനെതിരെ നിരവധി കുറ്റപത്രങ്ങൾക്ക് സാധ്യത അണിയറയിൽ ഒരുങ്ങുന്നു എന്ന സൂചനകൾ. CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കാൻ എത്തും, അൻവർ കുടുങ്ങും എന്നുള്ള ധാരണ പരക്കുന്നു. അതിനുശേഷമാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത്. അപ്പം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എത്തി നിൽക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വരുന്നു. പ്രസ്താവനയ്ക്ക് തുടർച്ചയായി അൻവറിൻ്റെ പ്രസ്താവന വരുന്നു. എന്താണ്? തൽക്കാലം വെടി നിർത്തുന്നു, റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്നിട്ട് അതിനെക്കുറിച്ചിട്ട്. അപ്പം അതിന് സമാന്തരമായി വന്ന 1-2 ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ പാർട്ടി നേതാക്കന്മാരിൽ പലരും ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന എടുത്ത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുക്കുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്മേൽ വരുന്ന കമൻറ്റുകൾ മൊത്തം അൻവറിന് അനുകൂലം. ഇപ്പം എൻ്റെ സുഹൃത്ത് രജിമോൻ കുട്ടപ്പൻ്റെ ഒരു പോസ്റ്റ് ചെയ്യാൻ കണ്ടത്, ഒരു 7 മണിക്കൂർ കൊണ്ട് എന്തോ 300 ചില്ലുവാനം കമൻറ്റ് പാർട്ടിയുടേതാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇയാളുടെ എന്തോ 11,000 എന്നൊക്കെ പറഞ്ഞിട്ട് അൻവറിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. അൻവർ തൽക്കാലത്തേക്ക് വെടി നിർത്തി എന്നുള്ളത് അൻവർ പിന്നീട് അഭിപ്രായങ്ങൾ പറയാനാണ് എന്നുള്ള വാദമുണ്ട്. അതുപോലെ തന്നെ മറുഭാഗത്തുള്ള വാദം അൻവർ കെട്ടടങ്ങി എന്നുള്ള വാദമുണ്ട്. അതിൽ അൻവർ കെട്ടടങ്ങി എന്നുള്ളൊരു വാദം വിശദീകരിക്കാനാണ് സോമൻ ശ്രമിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അൻവറുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ അൻവർ തീർന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് സോമൻ ശ്രമിക്കുന്നത്. അത് സോമൻ അങ്ങനെ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അതായിരിക്കാം സോമൻ്റെ ബോധ്യം. പക്ഷേ എനിക്കിതിനകത്ത് പറയാനുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, അൻവർ ആരാണെന്നുള്ളത് സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായി പൊതുമണ്ഡലത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള ഒരാൾ ഞാനാണ് എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് നടത്തുന്ന ഒരു പുകഴ്ത്തൽ. ശരിയോ തെറ്റോ ആകാം. അല്ലെ, എന്തായാലും ഇതൊന്നും അൻവറിന്റെ ഒരു സത്യാന്വേഷണ പരീക്ഷണങ്ങളല്ലെന്നുള്ളത് ഉറപ്പ്. അൻവറിനെ വിശുദ്ധനാക്കാനും കഴിയും അല്ലെന്നുള്ളത് ഉറപ്പ്. അപ്പോൾ 2 കാര്യങ്ങളാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. ഒന്ന്, അൻവർ ഒരു കാവൽ മാലാഖയല്ല, വിപ്ലവകാരിയല്ല എന്ന് പറഞ്ഞ് കാര്യകാരണ സ്ഥിതി ഞാൻ വീഡിയോ ചെയ്തു. അതിനകത്ത് അൻവറിനുമായി ബന്ധപ്പെട്ട് 15 കേസുകളുടെ ഡീറ്റെയിൽസ് ഞാൻ വായിച്ചു. ഒന്നത്. 2, അൻവർ തന്നെ അൻവറിനെ തല്ലിപ്പൊളിയായിട്ടാണ് വിലയിരുത്തുന്നത് എന്നുള്ളത്. അൻവർ തന്നെ പറയുന്നത് ഞാനൊരു തല്ലിപ്പൊളിയാണ് എന്ന് പറയുന്നത്.
അൻവർ ഫോൺ ചോർത്തിയതിനെ കുറിച്ചിട്ട് അൻവർ പറയുന്നത് ഭയങ്കര ചെറ്റത്തരമാണ് ഞാനത് ചെയ്തത്, പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നു എന്ന് അൻവർ പറയുന്നുണ്ട്. അപ്പം അൻവർ അങ്ങനെ പറയുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, തല്ലിപ്പൊളിയായി സ്വയം പറയുന്ന അൻവർ പറയുന്ന കാര്യങ്ങളെ പൊതുമണ്ഡലം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവർ ഒരു തല്ലിപ്പൊളിയാണെന്നുള്ളതും അൻവർ കളങ്കിതനാണെന്നുള്ളതും നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഓൾ ദാറ്റ് എന്ന് പറയും, അതെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ അൻവർ പൊതുമണ്ഡലത്തിൽ ഇത്തവണ ഉന്നയിച്ച കാര്യങ്ങളോട് പൊതുജനം വളരെ അനുഭാവപൂർണമായിട്ടാണ് അതിനെ സമീപിച്ചത് എന്നുള്ളതാണ് എൻ്റെ വാദം. അതിപ്പോൾ ADGP അജിത് കുമാറിനെതിരെ പറഞ്ഞതാവട്ടെ, പി ശശിക്കെതിരെ പറഞ്ഞതാവട്ടെ, അതെല്ലാം തന്നെ വളരെ കാര്യകാരണ സഹിതം ശരിയായിട്ടാണ് പറഞ്ഞത് എന്ന് പൊതുമണ്ഡലവും പാർട്ടി അണികളും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം എന്താ സോയ്മോനെ? രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആദ്യാവസാനം, ഞാൻ പറഞ്ഞ പോലെ ആദ്യാവസാനം ADGP അജിത് കുമാറിനെയും ശശിയെയും ചേർത്ത് പിടിക്കുന്നു. ADGP അജിത് കുമാറിനെ കുറിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അയാൾ പറഞ്ഞ കണക്കുകൾ പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു. അയാൾ നല്ലൊരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. ശശിയെക്കുറിച്ചിട്ട് പറഞ്ഞത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്, പാർട്ടിയാണ് അയാളെ ഇവിടെ നിയമിച്ചിട്ടുള്ളത്, അയാളുടെ അടുത്ത് നിയമപരമായി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അയാളെക്കുറിച്ച് പറയുന്ന ആരോപണങ്ങൾ ഞാൻ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ADGP അജിത് കുമാറിനെയും പി ശശിയെയും ആദ്യാവസാനം ചേർത്ത് പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സോമന. ഒന്നാമത്തത്, അൻവർ ഒരു തല്ലിപ്പൊളിയാണെങ്കിലും അൻവർ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട്, പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ അടിമുടി ADGP അജിത് കുമാറിനെയും പി ശശിയെയും ന്യായീകരിക്കും. ആ പത്രസമ്മേളനത്തിലും അൻവർ പറഞ്ഞ കാര്യങ്ങളെ പിണറായി വിജയൻ എതിർക്കുന്നുണ്ടെങ്കിൽ അത് കാര്യകാരണ സഹിതമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ല, എനിക്ക് ബോധ്യമായില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ പത്രസമ്മേളനത്തിലൂടെ പിണറായി വിജയൻ കൊടുത്ത സന്ദേശം എന്താണ്? ഞാൻ ആരുടെ കൂടെയാണ് വ്യക്തമാണ് എന്ന് വ്യക്തം. പിണറായി വിജയൻ ആരുടെ കൂടെയാണ് എന്ന സന്ദേശം മാത്രമല്ല, ഇനി അൻവറിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും കൃത്യമായി സൂചന നൽകുന്നുണ്ട്. അൻവർ കള്ളക്കടത്തുകാർക്ക് പിന്തുണ നൽകുന്ന വ്യക്തിയാണ്, കള്ളക്കടത്തുകാരുടെ വക്താവാണ് എന്ന് അദ്ദേഹം നേരിട്ടല്ലാതെ മാധ്യമപ്രവർത്തകരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്. അൻവറിനെതിരെ നിരവധി പരാതികൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് പിണറായി വിജയൻ പറയുന്നു. ഗവർണറുടെ അടക്കം, അത് അവിടെ പിണറായി വിജയൻ എടുത്തു പറഞ്ഞ ഒരു പ്രയോഗമാണ്. ഗവർണർ ഇത്ര സീരിയസ് ആയി കള്ളക്കടത്തിനെക്കുറിച്ചും മാഫിയവൽക്കരണത്തെക്കുറിച്ചും ഒരു പരാതി തൻ്റെ കയ്യിൽ ഗവർണർ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുമെന്ന സൂചനയാണ്. പിന്നാലെയാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ പോലും ഇപ്പോൾ ചോർന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അൻവർ കുരുക്കിലായേക്കും എന്ന സൂചനകളാണ് അതിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് സ്വയം പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാവുന്നൊരു കാര്യം എന്താ? ഈ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പച്ചയ്ക്ക് പറഞ്ഞു, ഇനി സോമോൻ ഇത്രയും പറഞ്ഞതിന് ശേഷം അവസാനം ഇത് കൺക്ലൂഡ് ചെയ്തത് എന്താണ്? അൻവർ ഇനിയും ഇതുമായി മുന്നോട്ട് പോയാൽ എനിക്ക് നേരിട്ട് വന്നതിന് മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ, അൻവർ ഇനി വന്നാൽ അൻവറിനെതിരെ നേരിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത് സ്വയം പറഞ്ഞും കൂടെ ചേർത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ഒന്ന്, അയാൾ ശരിയല്ലാത്ത ആളാണ്, അയാളുടെ ബന്ധങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നു. രണ്ട്, അത് സംബന്ധിച്ച് നടപടി ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നു. അതെ, തുടർച്ചയായി നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നു. പാർട്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് റഹീമിനെ പോലെയുള്ളവർ വെളിപ്പെടുത്തി കഴിഞ്ഞു. റഹീം പറഞ്ഞു, അൻവറിന്റെ നിലപാട് തിരിച്ചറിയാൻ നാസവരെയൊന്നും പോയി പരിശോധിക്കേണ്ട കാര്യമില്ല, കൃത്യമാണ് പാർട്ടിയുടെ ഒരു നിലപാട്. അപ്പം താൻ ആരുടെ കൂടെയാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ അൻവർ ഇന്ന് പാർട്ടിക്ക് മുൻപിൽ കീഴടങ്ങിക്കൊണ്ടുള്ള തൻ്റെ കുറിപ്പിന് പിന്നാലെ ആ കവർ ഫോട്ടോ മാറ്റി. പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു അൻവർ നേരത്തെ കൊടുത്തിരുന്നത്. ആ ഫോട്ടോ മാറ്റി ജനങ്ങൾക്കൊപ്പമുള്ള ഫോട്ടോ. അൻവറിൻ്റെ കുറിപ്പിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. പിണറായി വിജയനോട് കടക്കുപുറത്ത് എന്ന് തൻ്റെ കവർ ഫോട്ടോയിലൂടെ മാത്രമല്ല,
ആ കുറിപ്പിലൂടെയും സന്ദേശം വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി താൻ സഖാക്കൾക്ക് വേണ്ടിയാണ്, പാർട്ടി പ്രവർത്തകർക്കൊപ്പം പാർട്ടിക്ക് വിധേയനാകുന്നു എന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ പിണറായി വിജയനോട് യാതൊരുവിധ സന്ധിയുമില്ല എന്ന് ഉള്ള വ്യക്തമായ സൂചനകൾ ആ കുറിപ്പിൽ തന്നെയുണ്ട്. താൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വസ്തുതകളാണ്. കുറ്റാരോപിതർ ഇപ്പോഴും തലസ്ഥാനത്ത് തുടരുന്നത് തനിക്ക് യോജിക്കാൻ കഴിയുന്ന നടപടിയല്ല. പിണറായി വിജയനോട് കൃത്യമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും തള്ളിപ്പറയുകയും വിരൽ ചൂണ്ടുകയും ചെയ്ത് അൻവർ തൻ്റെ നിലപാട് ആ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ പാർട്ടിക്ക് കീഴടങ്ങുന്നു. അത് ഒരു ഭയത്താലായിരിക്കില്ലേ? അപ്പോൾ സോമൻ, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് വരുന്നത്. പിണറായി വിജയൻ ഇന്നലെ അസന്നിഗ്ധമായി താൻ എവിടെയാണെന്ന് പറഞ്ഞു. തന്നെ എതിർക്കുന്ന അൻവർ എന്താണ് എന്ന് പറഞ്ഞു. ആ അൻവറിനെതിരെ താൻ എങ്ങനെയാണ് നീങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അൻവറിനെതിരെ നീങ്ങുന്നതിൻ്റെ സൂചനകൾ വരികയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ അൻവറിനോട് എന്ന് നമുക്ക് തോന്നാമെങ്കിലും അൻവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത് പാർട്ടിക്ക് കൊടുത്ത സന്ദേശമാണ് എന്നാണ് എൻ്റെ വാദം. കാരണം ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എനിക്കിതിനെക്കുറിച്ച് പറയേണ്ടതല്ല, പാർട്ടിയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താ, ഇത് പാർട്ടിക്ക് പുറത്തും പാർട്ടിക്കകത്തുമുള്ള തൻ്റെ എതിരാളികൾക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് കൊടുത്ത ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ്. പക്ഷെ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ തനിക്കൊപ്പം ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങളും അൻവർ തുടരുന്നു. അൻവറിൻ്റെ പോസ്റ്റ് വന്ന് 15 മണിക്കൂറിനുള്ളിൽ 46,000 ലൈക്സാണ് ആ പോസ്റ്റിന് കിട്ടിയിരിക്കുന്നത്. 12,300 കമൻറ്റുകൾ. ഈ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരുവിധം CPM പ്രവർത്തകരൊക്കെ ആവേശം കൊള്ളും. കാരണം അൻവറിന് ജൈവിളികളാണ്. ടൊയോട്ട ഇന്നോവയൊക്കെ നിർത്തലാക്കി സഖാവെ ഇപ്പോൾ ക്രിസ്റ്റയുടെ കാലമാണ് അല്ലെങ്കിൽ ഹൈക്രോസിൻ്റെ കാലമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നവരുണ്ട്. വ്യക്തിയല്ല പാർട്ടിയാണ് വലുത് എന്ന നിരവധി കമൻറ്റുകൾ. പിണറായി വിജയനെ പൂർണ്ണമായി കമൻറ്റ് ബോക്സ് തള്ളിക്കളയുന്നു. ഇത് പാർട്ടി പ്രവർത്തകരുടെ നിലപാടാണോ അതോ ഇനി കോൺഗ്രസ്സുകാരുടെ ഒക്കെ കുത്തിത്തിരിപ്പാണോ? അല്ല, ഇതിനകത്ത് ഇത് കുത്തിത്തിരിപ്പാണെന്നുള്ള നിലയിലും ഇയാൾക്ക് സൈബർ മേഖലയിൽ വലിയ സ്വാധീനമാണ്, അവർ മനഃപൂർവ്വമാണ് ചെയ്യുന്നുള്ള നിലയിലൊക്കെ വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അല്ല, ഈ പോരാളി ഷാജിയുടെ ഒരു പ്രതികരണം നമ്മെ അത്ഭുതപ്പെടുത്തി കളയും. പിണറായി വിജയൻ നടത്തിയ മാധ്യമ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ ആദരാഞ്ജലി നേർന്നുകൊണ്ടൊരു റീത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ അൻവറിനെതിരെ പാർട്ടി സെക്രട്ടേറിയറ്റ് ചില നീക്കങ്ങൾ നടത്തി. അതിന് പിന്നാലെ അൻവറിൻ്റെ ആ പോസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് തൊട്ടു പിന്നാലെ അടി കിട്ടേണ്ട സമയത്ത് 2 എണ്ണം കിട്ടണം എങ്കിലേ നന്നായി വരൂ. അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അത് വളരെ കറക്റ്റ് ആണല്ലോ. അത് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അൻവർ പാർട്ടിയല്ലല്ലോ. അല്ല, സ്വാഭാവികമായി അൻവറിന് 2 അടി കിട്ടേണ്ട സമയം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. പക്ഷെ CPM പോലൊരു പാർട്ടിയെ വീണ്ടും ഒന്ന് നന്നാക്കിയെടുക്കണമെങ്കിൽ ഇത്തരം ഒരു കളങ്കിതനായ ആളെ മുൻനിർത്തി വേണോ പാർട്ടി അണികൾക്കും നേതാക്കൾക്കും ഒക്കെ ഇത്തരം നീക്കം നടത്താൻ? അല്ല സമയം, ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഞാനതിൻ്റെ മറുപടി ഞാൻ പറയാം. എന്തായാലും പിണറായി വിജയൻ ഇന്നലെ കൊടുക്കേണ്ടവർക്കെല്ലാം മറുപടി കൊടുത്തു. പിണറായി വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി കൊടുത്തത് പാർട്ടിക്കാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ പാർട്ടിയുടെ പ്രസ്താവനയിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. ഇപ്പം അൻവർ ഈ വിഷയവുമായിട്ട് ഇറങ്ങിയിട്ടൊരു 3-4 ആഴ്ചയായി. ഈ 3-4 ആഴ്ചയിൽ അൻവർ ഈ വിഷയമായിട്ട് ഇറങ്ങിയിട്ടും അൻവറിനെ എതിർത്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പിണറായി ഭക്തർ പോലും രംഗത്ത് വന്നിരുന്നില്ല നമ്മൾ കാണും. ഇപ്പം സ്വയംപ്പം A. റഹീമിനെ പോലുള്ള ചില ചെറുകിട നേതാക്കന്മാർ വന്നതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. പക്ഷേ AK ബാലൻ വന്നില്ല, സജി ചെറിയാൻ വന്നില്ല, ശിവൻകുട്ടി വാസവൻ ആരും എന്നുവെച്ചാൽ പിണറായിക്കെതിരെ എന്തെങ്കിലും 2 വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ അപ്പ ചാടി വീഴുന്ന ആളാണ് ആര്? AK ബാലൻ. പിണറായി വിജയന്റെ മകൾക്കെതിരെ ആരോപണം വന്നപ്പോഴത്തേക്ക് MA ബേബി പോലും അതിന് അനുകൂലമായി വന്നതാണ്. പക്ഷെ ഇവിടെ പിണറായി വിജയന്റെ ഓഫീസിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ 3-4 ആഴ്ചക്കാലം നിരന്തരമായി അൻവർ ഉന്നയിച്ചുകൊണ്ടിരുന്നിട്ടും സമ്പൂർണ്ണമായിട്ടുള്ള നിശ്ചയം അല്ല, അത് പാർട്ടിയുടെ ഒരു അടവ് നയമാണോ? ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ PV അൻവർ പിണറായിക്കൊപ്പം സഞ്ചരിച്ച ആളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിപ്പ് ഹൗസിലും ഒക്കെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. ഒരു പക്ഷേ ക്ലിപ്പ് ഹൗസിലെ നിലവറകളുടെ ഫോട്ടോ ഒക്കെ അൻവറിന്റെ കയ്യിൽ ഉണ്ടാകാം. അല്ല സോമൻ, അതൊക്കെ അബദ്ധമാണ്. കാരണം വെച്ചാൽ അടുത്ത ആളായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയൊക്കെ ഉള്ളൂ. ക്ലിഫ് ഹൗസിലേക്ക് കയറാൻ അനുവാദം ഉണ്ടായിരുന്നവരാരായിരുന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് പോകില്ല. ഞാൻ പറഞ്ഞു വരുന്നു. പക്ഷേ രഹസ്യങ്ങളുടെ ഒരു ചുരുൾ ഒരു പക്ഷേ കാണും. അല്ല, രഹസ്യങ്ങൾ ഒന്നും ഒരു കാരണവശാലും അൻവർ വരെ ഒന്നും പിണറായിയുടെ സെറ്റുകാരെത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. അതിനകത്തേക്ക് നമ്മൾ വഴിതിരിഞ്ഞ് പോകണം. നമുക്ക് വിഷയത്തിലേക്ക് വരുമ്പോൾ
പാർട്ടിയിൽ നിന്ന് ആരും വന്നിരുന്നില്ല. ഒരു ഘട്ടം വന്നപ്പോൾ പാർട്ടി സെക്രട്ടറിക്കും LDF കൺവീനർക്കും ഒക്കെ ഇതിനെക്കുറിച്ച് അഭിപ്രായം വന്നു. ഇപ്പോൾ EP ജയരാജൻ വന്നില്ല. EP ജയരാജൻ ഭയങ്കരമായിട്ട് പിണറായി തന്നെയായില്ല. ഇപ്പോൾ വ്രണിതനാണ്. അല്ല, എന്നാൽ പോലും അതിനുശേഷവും പിന്നെ പിന്നെ ഇവിടെ എന്താണ് ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് കണ്ടിട്ട് ഞങ്ങളൊരു കുടുംബാംഗങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞത് പോയി കണ്ടു, സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ ആരും രംഗത്ത് വന്നില്ല. PK ശ്രീമതി പോലും രംഗത്ത് വന്നില്ല. P ജയരാജൻ രംഗത്ത് വന്നില്ല, ആരും വന്നില്ല. എന്ന് മാത്രമല്ല, പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ചില വിമർശനങ്ങളുണ്ടെങ്കിലും ആരോപണങ്ങൾ ഗുരുതരമാണ് എന്നാണ് അവർ ആവർത്തിച്ച് പറഞ്ഞത്. അത് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ വലിയൊരു ഡൈക്കോട്ടമി വരുന്നു. എന്താണ്? ആരോപണങ്ങൾ ഗുരുതരമാണ് എന്ന് പാർട്ടി സെക്രട്ടറി LDF കൺവീനർ പറയുന്നു. ആ ആരോപണ വിധേയരെ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ പിണറായി വിജയൻ തള്ളിക്കളയാണ്. പക്ഷെ മുഖ്യമന്ത്രി പോലും പറഞ്ഞു PV അൻവർ ഒരു കമ്മ്യൂണിസ്റ്റ് അംഗമല്ല, പാർട്ടി പ്രവർത്തകനായിരുന്നുവെങ്കിൽ അൻവറിനെതിരെ നടപടികൾ സ്വീകരിക്കാമായിരുന്നു. അതാണ് മുഖ്യമന്ത്രി ഉയർത്തുന്ന ഒരു പ്രധാന തടസ്സവാദം. അല്ല സോമനെ, അത് ഉന്നയിച്ച ആളെ കുറിച്ചിട്ടാണ്. പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ LDF കൺവീനർ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ LDF കൺവീനറും ആ ആൾ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞത്. ആരോപണം ഗൗരവമാണെന്നാണ് അവർ പറഞ്ഞത്. ആരോപണമാണ് പിണറായി എന്നുള്ള കാര്യകാരണ സഹിതം തള്ളിക്കളഞ്ഞത്. എന്ന് മാത്രമല്ല, അവരെടുത്തു പറഞ്ഞൊരു കാര്യം എന്താ, ശശിയെ കുറിച്ചിട്ട് ആരോപണം എഴുതി തന്നിട്ടില്ല. ഞങ്ങളത് പരിഗണിക്കേണ്ട കാര്യമില്ല. സ്വതന്ത്രനായതുകൊണ്ട് PV അൻവറിന് ഇടതുപക്ഷത്ത് മാത്രം നിൽക്കണമെന്നുമില്ല. അല്ല, അങ്ങനെയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ശശി ഇപ്പോൾ ADGP അജിത്കുമാർ പാർട്ടിക്കാരനല്ലല്ലോ, അയാളൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ പാർട്ടി വെച്ച ആള് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ആരോപണം എഴുതി തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് എന്താണ്? അയാളെ പാർട്ടി നിയമിച്ചതാണ്, പാർട്ടിയുടെ ജോലിയാണ്, പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് അയാൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളൊന്നും ചെയ്യില്ല, അയാൾ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അയാളെക്കുറിച്ച് എഴുതി തന്നിട്ടില്ല. എഴുതി തന്നാൽ പാർട്ടി പരിശോധിക്കുന്നതാണ് പാർട്ടി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള P ശശിയെക്കുറിച്ച് പാർട്ടിക്കും പിണറായി വിജയനും രണ്ട് നിലപാടാണ് എന്നുള്ളത് പരിപൂർണമായി തെളിഞ്ഞിരിക്കുന്നു. ആ ഡൈക്കോട്ടമി പരിപൂർണമായി പുറത്തു വന്നിരിക്കുന്നു. ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്? ആ ഗ്യാപ്പും അൻവർ ഫിൽ ചെയ്ത് കഴിഞ്ഞു. അൻവർ എഴുതി കൊടുത്തു കഴിഞ്ഞു. എഴുതി കൊടുത്ത സാഹചര്യത്തിൽ പാർട്ടിക്ക് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടി വരും. കാരണം എഴുതി തരാത്തതുകൊണ്ട് അന്വേഷിച്ചില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഇവിടെ ഇല്ല. പാർട്ടി സെക്രട്ടറി ഒരു കാരണവശാലും ഇപ്പോൾ വിദേശത്ത് പോകാൻ പാടില്ല. കാരണം പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്. രണ്ട്, വലിയ തോതിലുള്ള പ്രതിസന്ധിയിലൂടെ പാർട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പാർട്ടി ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ ഒരു MLA നിരന്തരമായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അയാൾ ഇവിടെ കാണേണ്ടതാണ്. അയാൾ ഇവിടെ ഇല്ല. മൂന്ന്, അയാളില്ലാത്ത സമയത്ത് ദൂതൻ വശം അയാൾക്ക് ശശിയെക്കുറിച്ചിട്ട് ആരോപണം ഇയാൾ എഴുതി കൊടുക്കും. ശശിയെക്കുറിച്ചിട്ട് ഇവിടെ അയാളുള്ളപ്പോൾ ആരോപണങ്ങൾ എഴുതി കൊടുക്കാമായിരുന്നല്ലോ. എന്തിനാ? അപ്പോൾ ഇതിനകത്തൊരു ദുരൂഹത കാണണം നമ്മൾ. മറുഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ഗുരുതരമായ സംഭവം വന്നിട്ടും ബുദ്ധിജീവിയായിട്ടുള്ള തോമസ് ഐസക്കോ പിന്നെ MA ബേബിയോ അല്ലെങ്കിൽ ഈവൻ ഈ വിജയരാഘവനോ ഇവരാരും വരുന്നില്ല. അപ്പോൾ ഈ ഡൈക്കോട്ടമി ക്ലിയറായി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർട്ടി ഇറക്കിയിട്ടുള്ള പ്രസ്താവന. പാർട്ടി ഇറക്കുന്ന പ്രസ്താവനയുടെ ടൈമിംഗ് വളരെ പ്രധാനമാണ്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി ആദ്യാവസാനം ഇവരെ എല്ലാവരെയും തള്ളിക്കളഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം പാർട്ടി പ്രസ്താവനയായിട്ട് രംഗത്ത്. സ്വാഭാവികമായും പാർട്ടി ഇതുവരെ പിണറായി വിജയൻ ഇടപെട്ടിട്ടുള്ള ഒരു കേസിൽ പ്രസ്താവനയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ മുച്ചൂടും പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും പിണറായി വിജയനെ മുച്ചൂടും ന്യായീകരിച്ചുകൊണ്ട് മിണ്ടിപ്പോകരുത്, ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒരു വാക്ക് പോലും പറയരുത്, ഷട്ടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പാർട്ടി പത്രക്കുറിപ്പാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ വന്ന പാർട്ടി പത്രക്കുറിപ്പ് എന്താ സോമാനെ? അല്ല, അതൊരു തന്ത്രപരമായ നിലപാടാവും പാർട്ടിയുടെ ഒരു നയം. അല്ല, ഞാൻ ചോദിക്കുന്നത് കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട. സോയ്മോനെ, ഞാൻ ചോദിക്കുന്നത് ഈ പാർട്ടി അങ്ങനെ ഒരു നിലപാടാണ് എടുത്തതെന്ന് വിചാരിക്കുക. കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നൊരു നിലപാടാണ് പാർട്ടി എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് പാർട്ടി നിലപാടെടുത്തതെങ്കിൽ പിണറായി വിജയൻ എടുത്ത നിലപാടെന്താ? പിണറായി വിജയൻ മുച്ചൂടും പ്രകോപിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അവിടെയും പാർട്ടിയും പിണറായി വിജയനും തമ്മിൽ ഡൈക്കോട്ടമിയാണ്, ഇല്ലേ? കാരണം ഇയാൾ ഏറ്റവും വൃത്തികെട്ടവനാണ്, ഇയാൾ കോൺഗ്രസ്സുകാരനാണ്, ഇയാൾക്ക് കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട്, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇയാൾ അരമണിക്കൂർ എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞത് തെറ്റാണ്, എൻ്റെ അടുത്ത് 5 മിനിറ്റ് മാത്രമാണ് ഇയാൾ വന്നത്, അല്ലേ? ഇയാളോട് പലപ്പോഴും ഇത് ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് ആദ്യാവസാനം അൻവറിനെ
തള്ളിക്കളയുകയും അയാളെ പ്രകോപിപ്പിക്കുക. അയാളെ ഏറ്റവും കൂടുതൽ പ്രകോപിതനാണെന്നുള്ളതുകൊണ്ടാണല്ലോ അയാളെ മറ്റേ ഫേസ്ബുക്കിലെ ഇത് ഫോട്ടോ പോലും അയാളെടുത്ത് മാറ്റിയത്. അങ്ങനെ മാറ്റുമ്പോഴും സോയ്മൻ പറഞ്ഞതുപോലെ അൻവറിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ നയസമീപനമെങ്കിൽ അപ്പോഴും പാർട്ടിയും പിണറായി വിജയൻ രണ്ട് തട്ടിലാണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇനി പാർട്ടിയുടെ പത്രക്കുറിപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പാർട്ടിയുടെ പത്രക്കുറിപ്പിൽ സമവായമാണ് പറയുന്നത്. അതായത് അൻവർ സർക്കാരിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു, അത് പരിഗണനയിൽ. അവിടെ തന്നെ പിണറായി വിജയനോട് തെറ്റി. കാരണം അൻവർ സർക്കാരിനോട് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തള്ളുകയാണ് പിണറായി വിജയൻ ചെയ്തത്. മനസ്സിലായോ? പക്ഷേ ആ കാര്യങ്ങൾ പാർട്ടി പരിഗണിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെയും പാർട്ടിയും പിണറായി വിജയനും തമ്മിൽ തെറ്റി. രണ്ട്, പാർട്ടിയോട് ചില കാര്യങ്ങൾ പറയുന്നു, അതും പരിഗണനയിലാണ് എന്നാണ് പറയുമ്പോൾ അവിടെയും പിണറായി വിജയനോട് തെറ്റി. അവിടെയും ശശിയെ പിണറായി വിജയൻ പാർട്ടിക്കാരൻ എന്നുള്ള നിലയിലും ശശിയെ മാതൃകാ പുരുഷനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയും തെറ്റി. അപ്പം പാർട്ടിക്ക് കൊടുത്ത കാര്യങ്ങൾ പരിശോധനയിൽ, ഗവൺമെൻറ്റിന് കൊടുത്ത കാര്യങ്ങൾ പരിശോധനയിൽ, പരിഗണനയിൽ. അതുകൊണ്ട് പാർട്ടിയെ ഇങ്ങനെ കൊത്തിവലിക്കരുത്. ഇതിൽ നിന്ന് ഈ PV അൻവർ പിന്മാറണം എന്ന് CPM അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടി പിണറായി വിജയനെതിരെ പോർമുഖം സൃഷ്ടിച്ചു എന്നുള്ളത് ക്ലിയർ. കാരണം ആദ്യാവസാനം ഇയാൾ ഏറ്റവും വൃത്തികെട്ടവനാണ്, ഇയാൾക്കെതിരെ അന്വേഷണം ഞാൻ നടത്തും, ഇയാൾ ഇനി വല്ലതും പറഞ്ഞാൽ നേർക്ക് നേരെ ഞാൻ അയാൾക്കെതിരെ മറുപടി കൊടുക്കുമെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അങ്ങനെയുള്ള ആളോട് പാർട്ടി അഭ്യർത്ഥന നടത്തുകയാണ് സോയ്മോനെ. മനസ്സിലായില്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞത് നയപരമായ പാർട്ടിയുടെ നീക്കം. അൻവർ അത്രയൊരു നിസ്സാരക്കാരനല്ല. അൻവർ ദീർഘകാലം ഒരു ചാവേറിനെ പോലെ പിണറായിക്കൊപ്പം നിന്ന അൻവർ ഇപ്പോൾ പിണറായി വിജയന് നേർക്കാണ് കുരച്ചു ചാടിയിരിക്കുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, സർക്കാർ കയ്യിലുള്ള എല്ലാ അന്വേഷണ സംവിധാനങ്ങളും കയ്യിലുള്ള പോലീസും കയ്യിലുള്ള പിണറായി വിജയൻ ഇയാളൊരു അധമനാണെന്ന് സുസംഘടിതമായി പറയുന്നു, ഇയാളെ ശരിയാക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ഒരാളോട് പാർട്ടി തന്ത്രപരമായി നയപരമായി സമീപനം എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് രണ്ടും രണ്ട് വഴിക്കാണ്. യാതൊരുവിധ വെളിവുമില്ലാതെ ഇങ്ങനെ കുറച്ച് പാർട്ടിയെ കുഴിയിലാക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ ഇറക്കി ഇത്രയും കാലം വിശ്വസിച്ചുകൂടുന്ന ഒരു ചാവേർ തിരിഞ്ഞു നിൽക്കുമ്പോൾ സൂക്ഷ്മതയോടെ വേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഇയാൾ ഇതുവരെ ഏതെങ്കിലും ഒരു അവസരത്തിൽ പാർട്ടിക്കെതിരെ എന്തെങ്കിലും ഇയാൾ പറഞ്ഞിട്ടുണ്ടോ? അല്ല, വന്നിട്ട് ആകെ 10 വർഷമല്ലേ? അല്ല, അയാൾ വന്നിട്ട് 8 വർഷമായി. അയാള് ഇപ്പം CPM-നേക്കാളും വലിയ CPM-കാരനാണ്. അയാൾ CPM-നെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. CPM-നെ എപ്പോഴും അയാൾ ഏറ്റവും നല്ലൊരു വിശ്വാസത്തിലേ നിർത്തിയിട്ടുള്ളൂ. ഇനി ഇപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അയാൾ പറയുന്നത് എന്താണ്? പാർട്ടി എല്ലാത്തിനും മുകളിലാണ്, എനിക്ക് പാർട്ടിയെ വിശ്വാസമുണ്ട്, എനിക്ക് പാർട്ടി സെക്രട്ടറിയെ വിശ്വാസമുണ്ട്, പാർട്ടി എന്നോട് നീതി ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പാർട്ടിയെ വിശ്വസിച്ച് ഞാൻ തൽക്കാലം നിർത്തുന്നു, സഖാക്കളെ മുന്നോട്ട് എന്നാരാ പറയുന്നത്? PV അൻവർ പറയുകയാണ്. അപ്പോൾ അവിടെയും PV അൻവർ ചെയ്യുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു. 8 വർഷത്തെ പാരമ്പര്യമുള്ളൂ CPM എന്ന പാർട്ടിയിൽ. പക്ഷെ അതൊരു പാർട്ടി അംഗമായിട്ടല്ല, ഈ ഇടതുപക്ഷത്തിൽ ഒരു സ്വതന്ത്ര MLA ആയി കടന്നു വന്ന അൻവറിന് ഈ പാർട്ടിയെ നവീകരിക്കാനോ ഈ പാർട്ടിയെ ശുദ്ധീകരിക്കാനോ ഇറങ്ങിപ്പുറപ്പെടേണ്ട എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? അല്ല, അതൊന്നും അൻവറിനില്ല. അതൊന്നും അൻവർ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. അൻവറിനെ ഒരു പാർട്ടിക്കാരനായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ ഫാക്റ്റ് എന്താണ്? ഫാക്റ്റ്. പക്ഷെ എങ്ങനെ ഈ അൻവറിന് മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഇത്ര വ്യാപകമായി ഒരു പിന്തുണ കിട്ടി? ഇപ്പോഴിതാ പ്രതിഭ MLA ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ സത്യസന്ധമായ പോരാട്ടത്തിന് ഇറങ്ങിയാൽ ഒറ്റപ്പെടുമെന്നാണ് അവർ പറയുന്നത്. ആജീവനാന്ത പിന്തുണ എന്നാ പറയുന്നത്. ആജീവനാന്ത. അപ്പൊ ഇതിനകത്ത് ഒരു MLA ആണ് KT ജലീൽ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയന്റെ മറ്റൊരു മുഖമായിരുന്നു. പിണറായി വിജയന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു മന്ത്രി. ആ KT ജലീൽ തള്ളി പറയുന്നു അത് PV അൻവറിന് വേണ്ടി. അതെ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എത്തേണ്ട നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ നമ്മൾ എത്തേണ്ടത് കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. ഈ വിഷയത്തിൽ പിണറായി വിജയൻ സമ്പൂർണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. അവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് KT ജലീലിന്റെ പിന്തുണയെ ഒരു സാമുദായിക പിന്തുണയായി ചിത്രീകരിക്കുകയായിരുന്നു ഭൂരിപക്ഷ മാധ്യമങ്ങളും. പക്ഷേ പ്രതിഭ രംഗത്തിറങ്ങുമ്പോൾ അതിലെന്ത് സമുദായം? സോയ്മനെ, ഞാൻ പറയുന്നത് KT ജലീലിൻ്റെത് അങ്ങനെ കണ്ടു. ഈവൻ അൻവറിനെ പോലും അങ്ങനെ കാണുന്നില്ല. അൻവറിന് പോലും മുസ്ലിം സമുദായത്തിനിടെ നല്ല പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒക്കെ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മുസ്ലിം സമുദായത്തിൽ നിന്ന് കൂടുതൽ പിന്തുണ, കാരണം RSS-നെതിരെയുള്ള ഒരു പോരാട്ടം അതുണ്ട്. എങ്കിൽ പോലും PV അൻവറിന്റെ പിന്തുണ മുസ്ലിം സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല.
അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ കളിയിൽ പിണറായി വിജയന് ഈ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളൊരു ബ്രാൻഡ് അത് മാറ്റിയെടുക്കാൻ കഴിയുമോ? അല്ല, അത് ഇതിനകത്ത് ഇല്ലല്ലോ. കാരണം അയാൾക്കെതിരായിട്ടാണ് ന്യൂനപക്ഷ ബ്രാൻഡ് ഉപയോഗിക്കുന്നത്. അയാൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ CPM-ന്റെ അടിവേര് തൊണ്ടുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ പോലീസിലെ RSS വൽക്കരണം, പോലീസിലെ ക്രിമിനൽ വൽക്കരണം, അഴിമതി വൽക്കരണം, അതിലുപരി P ശശിക്കെതിരായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള പോരാട്ടം. പിണറായി വിജയൻ ഉയർത്തുന്ന ഒരു വാദമുഖം ഈ കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളുമായി അൻവറിന് ബന്ധമുണ്ട് എന്ന സൂചന, അതിനെ നമുക്ക് അത്ര കണ്ട് നിഷേധിക്കാൻ കഴിയുമോ? സോയ്മോനെ, അത് അയാൾ ഉന്നയിക്കുന്നു. അത് അയാൾ ഉന്നയിക്കുമ്പോൾ അയാളുടെ കയ്യിൽ കൈരേഖ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ല പോലീസ് അതെ, അതൊക്കെ പോലീസിനെ പിണറായി വിജയൻ വെറും കോടാലി കൈയായിട്ടാണ് ഉപയോഗിക്കുന്നുള്ളത്. നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പോലീസിന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ വിശുദ്ധനാക്കണം. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അൻവറിനെ വിശുദ്ധനാക്കാൻ നമ്മൾ ആരും വിചാരിച്ചാലും കഴിയില്ല. കാരണം അൻവർ തന്നെ അൻവറിനെ തല്ലിപ്പൊളി എന്നാണ് പറയുന്നത്. അപ്പോൾ അൻവർ തന്നെ അൻവറിനെ തല്ലിപ്പൊളിയാണെന്ന് പറയുമ്പോൾ നമ്മൾ അൻവറിനെ വിശുദ്ധനാക്കാൻ പറ്റില്ല. പക്ഷേ അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അൻവറിൻ്റെ കയ്യിൽ രേഖകളും തെളിവുകളും ഉള്ളപ്പോൾ അൻവറിനെതിരെ മുഖ്യമന്ത്രി പറയുന്നതിന് കൈരേഖ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഈ കാണുന്നത്. ഒന്ന്. രണ്ട്, അൻവർ ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞെന്താ? അൻവർ ഏറ്റവും അവസാനം പറഞ്ഞത് ഈ കൊള്ളമുതലിൻ്റെ പങ്ക് പറ്റുകയാണ് P ശശി എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ ഇതുവരെ അത് പറഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷമാണ് അയാൾ അത് പറയുന്നത്. അതിനോടുള്ള പാർട്ടി അണികളുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലും P ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലും ഒക്കെ വരുന്ന 10,000-കണക്കിന് ലൈക്കുകളിൽ നിന്ന് ക്ലിയറാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയാം സോമാൻ? ക്ലാരിറ്റി എന്ന് പറയുന്നത് പാർട്ടി ഈ വിഷയത്തിന് മേൽ പിണറായി വിജയനെതിരെ അണിനിരക്കാൻ പോകുന്നു എന്നുള്ള ഈ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള പ്രതികരണമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം, അതൊരു രൂപരേഖ മാത്രമല്ലേ ഉള്ളൂ. അതിൽ അസ്തിത്വമുള്ള ഏത് നേതാവുള്ള എന്തെങ്കിലും ഒരു ഉച്ചത്തിൽ പറയാൻ അതൊന്നുമില്ല. അതൊക്കെ അച്യുതാനന്ദൻ അസ്തമിച്ചതോടുകൂടി ശരിയും തെറ്റും എന്നുള്ളതൊക്കെ പോയി. ഇപ്പോൾ രണ്ട് സൈഡിലും തെറ്റുകളാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. പക്ഷെ ഒരു സൈഡിൽ കൂടുതൽ തെറ്റും ഒരു സൈഡിൽ കുറവ് തെറ്റുമാണ്. ഇപ്പം ഈ പ്രതികരണത്തിൽ നിന്ന് പാർട്ടി എന്ത് നിലപാടാണ് ഇതിനകത്ത് എടുക്കാൻ പോകുന്നുള്ളത് വളരെ വളരെ ക്ലിയർ. അല്ല, പാർട്ടി അൻവറിനോട് നാവടക്കാൻ പറഞ്ഞു. അല്ല, നാവടക്കാനൊന്നും പറഞ്ഞിട്ടില്ല സോയ്മനെ. പാർട്ടി അൻവറിനോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം പാർട്ടിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു അളവുകോൽ എന്താ? പാർട്ടി അണികൾ ആരുടെ കൂടെയാണെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായി പാർട്ടിക്ക് ഈ ഫേസ്ബുക്കിലൂടെയുള്ള നടപടിയിലൂടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയാണ് വലുത്, പിണറായി അല്ല എന്ന് പാർട്ടി അണികൾ പിണറായി വിജയനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയന് നേർക്കെപ്പോഴും ഒരു ഭരണവിരുദ്ധതയുണ്ട്. അല്ല സോയ്മനെ, അതൊക്കെ ഉണ്ട്. നമ്മളത് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴും നമ്മളത് കണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താ കാരണം? അടിസ്ഥാനപരമായി അയാൾ എത്രയും വലിയ തല്ലിപ്പൊളിയാണെങ്കിലും അയാൾ പറയുന്ന കാര്യങ്ങൾ പാർട്ടി അണികളും ജനങ്ങളും പറയണം എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളിടത്താണ് അയാൾക്ക് ഈ അംഗീകാരം കിട്ടുന്നത്. പിണറായി വിജയനെതിരെ പറയുന്നവരൊക്കെ വിശ്വസ്തരാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ. അല്ല, അത് സ്വാഭാവികമായിട്ട് അതാണ് ഇപ്പോൾ ഇയാളുടെ കാര്യത്തിലും കാണുന്നതാണ്. കാരണം ഇനി ഇയാൾ പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ചു. അത് കൈരേഖയായിരുന്നെങ്കിൽ ഒരാളും വിശ്വസിക്കില്ലായിരുന്നു. അത് കൈരേഖയല്ല, അത് പിന്നെ രേഖകളും പിന്നെ സർക്കാർ റിപ്പോർട്ടുകളും പിന്നെ ടെലിഫോൺ സംഭാഷണങ്ങളും ഇതുപോലുള്ള രേഖകൾ മാത്രമേ അയാൾ കൊണ്ടുവന്നിട്ടുള്ളൂ. എല്ലാം നെറികേടല്ലേ? അല്ല, അത് നെറികേടാണോ? അത് 100% ശരിയല്ലേ? അയാൾ കൊണ്ടുവന്ന ഏത് രേഖ, ഏത് തെളിവിനെയാണ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നത്? അയാൾ ഏറ്റവും അവസാനം കൊണ്ടുവന്ന രേഖ എന്താ? 35 ലക്ഷത്തിന് പട്ടത്ത് ഫ്ലാറ്റ് മേടിച്ചത്. സുജിത് ദാസ് എന്ന SP PV അൻവറിനോട് സംസാരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഇടതുപക്ഷത്തിന്റെ ഒരു MLA എന്ന നിലയിൽ, അപ്പോൾ ആ ഒരു പ്രിവിലേജാണ് PV അൻവർ ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സോയ്മോൻ, ഈ സുജിത് ദാസ് PV അൻവറിനോട് പറയുന്നത് സോയ്മോൻ കേട്ടതെന്ന് എനിക്കറിയില്ല, കേരളത്തിലെ മുഴുവൻ ആളുകളും കേട്ടതാണ്. ഞാൻ കേട്ടു. അത് കേട്ടത് കൊണ്ടാണ് പിണറായി സർക്കാരിന്റെ ഉള്ളിലെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. ഞാൻ ഇനി 25 വർഷം എനിക്കൊണ്ട് ഞാൻ DGP ആയി, ഞാൻ പൂർണ്ണമായും ഞാൻ നിങ്ങളുടെ കാൽക്കൽ വീഴാം. അതിനെക്കുറിച്ച് അയാൾ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്നല്ലോ. അയാൾ പറഞ്ഞൊരു പോയിന്റ്, ഒരു 10,000 രൂപയുടെ മരക്കഷ്ണം പിന്നെ കട്ടൗണ്ട് പോയതിനാണ് ഇയാൾ ആദ്യ അവസാനം എന്നോട് കാല് പിടിച്ചെന്നാണ്. എന്ന് മാത്രമല്ല, അയാൾ തന്നെ ആ ടെലിഫോൺ സംഭാഷണത്തിൽ അജിത് കുമാറിനെതിരെ പറയുന്നുണ്ട്. സാർ അജിത് കുമാറിനെതിരെ ഒന്ന് റിസർച്ച് നടത്തണം, അജിത് കുമാറിന്റെ ഭാര്യയെ കുറിച്ചും. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കള്ളക്കടത്ത് നടത്തുന്നതാണല്ലോ പിന്നെ അൻവറിന്റെ ആരോപണം.
ആ അൻവറിനോട് ഇയാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണ്? അൻവറിൻ്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചിട്ടുമൊക്കെ പിന്നെ സുജിത അജിത് കുമാറിൻ്റെ ഭാര്യയെക്കുറിച്ചിട്ടും ഭാര്യയുടെ ആങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ സാറൊന്ന് റിസർച്ച് നടത്തണം കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഈ സുജിത് ദാസിനെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയും പിണറായി വിജയൻ നടത്തി. സുജിത് ദാസിന്റെ സംഭാഷണം തെറ്റാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ, സുജിത് ദാസ് മലപ്പുറം SP ആയിരുന്നപ്പോൾ പിടികൂടിയ സ്വർണത്തിന്റെ കണക്ക് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പിണറായി വിജയൻ നിരത്തിവെച്ചു. ആ സ്വർണത്തിൻ്റെ കണക്കിന് PV അൻവർ മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണെങ്കിലും, പിണറായി വിജയൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത് മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കള്ളക്കടത്ത് വൻതോതിൽ പോലീസ് പിടികൂടാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരം അൻവറിനെ പോലെയുള്ള പുഴുക്കുത്തുകൾ ഇതിനെതിരെ പ്രതികരിച്ച് പോലീസിനെ അപമാനിക്കാൻ ഇറങ്ങിത്തിരിച്ചതെന്ന്. സുമന, ഇപ്പോൾ നമുക്ക് എനിക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്, അതായത് ഇവിടെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കിടപ്പുണ്ട്, അത് സോഷ്യൽ മീഡിയയിലുണ്ട്. PV അൻവറിൻ്റെ പ്രതികരണവും സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് രണ്ടിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണയുടെ ഏറ്റക്കുറച്ചിൽ നമ്മൾ നോക്കിയാൽ പാർട്ടി അണികളും ജനങ്ങളും ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഗോവിന്ദൻ വിദേശത്താണല്ലോ. വിദേശത്ത് വെച്ച് 24 ന്യൂസിൻ്റെ മറ്റോ പ്രതിനിധി ഗോവിന്ദനോട് ചോദിച്ചു, ഇവിടെ വലിയ പ്രതിസന്ധിയാണല്ലോ, പ്രശ്നമാണെന്നൊക്കെ ചോദിച്ചു. ഗോവിന്ദൻ്റെ മറുപടി എന്താണെന്നറിയോ? വളരെ സൂപ്പർഫിഷ്യലായിട്ട് ആ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും, തീർന്നു. അതല്ലാതെ, കാരണം വെച്ചാൽ പിണറായി വിജയനെ ഇവിടെ എല്ലാവരും കൂടെ കുത്തിക്കീറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും പിണറായി വിജയനെ ആദ്യാവസാനം പിന്തുണയ്ക്കേണ്ട ഗോവിന്ദൻ പോലും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കൺക്ലൂഡിംഗ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ സോമൻ, ഇതിനകത്ത് ഇപ്പം നല്ല ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ജനം ആരുടെ കൂടെയാണെന്നും പാർട്ടി അണികൾ ആരുടെ കൂടെയാണെന്നും പാർട്ടി ലീഡർഷിപ്പിന് ബോധ്യമായി കഴിഞ്ഞത്. ഇനി വരും ദിവസങ്ങളിൽ സോമ്യം നോക്കിക്കോളൂ, പാർട്ടി ലീഡർഷിപ്പ് ഈ പിണറായി ശശി ദ്വയത്തിനെതിരായി ശക്തമായി രംഗത്ത് വരും എന്നുള്ളത് ഇന്നത്തെ ആരും സംശയവുമില്ല. വലിയ തോതിൽ പിണറായി വിജയൻ ഇതിനകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലും ഈ ഒറ്റപ്പെടൽ കൂടുതൽ തീവ്രമാകാനാണ് സാധ്യത എന്നാണ് ഈ നിമിഷത്തിൽ നമുക്ക് വിലയിരുത്താവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.